നിങ്ങൾക്ക് തന്നെ പ്രകാശമായി വർത്തിക്കുക. ബുദ്ധ ഭഗവാന്റെ പ്രശസ്തമായ ഒരു വചനമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മായം മായം മായം, സർവത്ര മായം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും എന്തിനേറെ വായുവിൽ പോലും ഇന്ന് മായമാണ്. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി 100% പരിശുദ്ധിയോടെ നമുക്ക് ആഹാര സാധനങ്ങൾ, ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയും മല്ലിപ്പൊടിയും വെളിച്ചെണ്ണയും എന്ന് വേണ്ട സാമ്പാർ പൊടി ഉൾപ്പെടെ എല്ലാ ഐറ്റംസും വിശ്വസ്തയോടെ വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മളിന്ന് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് പരിചയപ്പെടുത്തുന്നത്. ഭരണങ്ങാനം മൂന്നാനിയിലെ പവിത്രം ഫ്ലോർ ആൻഡ് ഓയിൽ മിൽസ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഈ സ്ഥാപനത്തെ പരിചയപ്പെടുമ്പോൾ നമുക്കത് മനസ്സിലാവും. 100% വിശ്വസ്തയോടെ നമുക്ക് ആഹാര സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഓണർ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ സിംപിളിസിറ്റിയിൽ നിന്നും മനസ്സിലാവും. അത് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പവിത്രം ഫ്ലോർ ആൻഡ് ഓയിൽ മിൽസിൻ്റെ ബഹുമാന്യനായ ഓണർ നാരായണൻ നമ്പൂതിരി സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യും. സാർ സ്വാഗതം. നമസ്കാരം. ഞാൻ തുടക്കത്തിലേ പറയട്ടെ, എനിക്ക് ഈ സിംപിളിസിറ്റി ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നു. അപ്പോൾ അത് തന്നെ ആയിരിക്കും താങ്കളുടെ കൊടുക്കുന്ന പ്രൊഡക്റ്റുകളിലും ഉള്ളത്. ശരിക്കും ഈ ശുദ്ധമായ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ കൊടുക്കാനുള്ള ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് പഴയ പ്രീ ഡിഗ്രി, ഇപ്പോഴത്തെ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞ് ITIയിലേക്ക് പോയി. ITI ഫിറ്ററായിരുന്നു. ഓ ശരി. അത് കഴിഞ്ഞ് ഫിറ്റർ പഠിച്ച് പാസ്സായി കഴിഞ്ഞപ്പം 1 കൊല്ലം ഡൽഹി ജോലി ചെയ്തു. അങ്ങനെ കറങ്ങി. കറങ്ങി. അന്നേരം എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടി കയറുമായിരിക്കും. അപ്പോഴും നമ്മുടെ നാടാണ് മനസ്സിൽ. എനിക്ക് നാടായിരുന്നു. അങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഒത്തിരി ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ പോയി. പിന്നെ അവസാനം നോക്കുന്നത് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് മാറി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഈ PMRY ലോണ്, അന്ന് ഈ 30,000 രൂപ കൊടുത്ത് ഇങ്ങനെ ലോൺ കിട്ടുമായിരുന്നു SBIയിൽ നിന്ന്. അങ്ങനെ PMRY ലോൺ എടുത്ത് അങ്ങനെ ഒരു സ്ഥാപനം, ഒരു മില്ല്, ഫ്ലോർ മില്ല് എന്നുള്ള രീതിയിൽ അന്ന് മില്ലാണോ സ്റ്റാർട്ട് ചെയ്തത്? അതെ. ആദ്യം മില്ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഈ ഭാഗത്ത് അങ്ങനെ മില്ലുകൾ ഉണ്ട് എന്നാൽ അത്ര ഇല്ല. അന്ന് അത്ര അതിനെപ്പറ്റി ഒരു ആൾക്കാർക്ക് ഗ്രാഹ്യമില്ല. ആദ്യം ജോബ് വർക്ക് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ അങ്ങ് തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല വർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരുവിധം അങ്ങനെ ഒന്ന് വന്ന ആൾ പിന്നെ വരും. അങ്ങനെ ഒരു മില്ലുകളൊക്കെ ഭയങ്കര ബൂസ്റ്റായിട്ട് നിൽക്കുന്ന സമയം, ആളുകൾ പഠിപ്പിക്കാനൊക്കെ വരുന്നു. ഒരു കാലഘട്ടം അല്ലേ? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചും കൂടെ ഇത് ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കണം, അത് ശുദ്ധമായിട്ടായിരിക്കണം എന്നൊക്കെ ഒരു ചിന്ത എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? അല്ല, അത് ഇങ്ങനെ ജോബ് വർക്ക് ആണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഷീനറി ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഡെവലപ്പാക്കി കുറച്ചും കൂടെയൊക്കെ ഉള്ള രീതിയിൽ ഓരോ ഐറ്റംസ് പൊടിക്കാനും ഓരോ മെഷീൻ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ മേടിച്ചു. ശരി. അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഈ പൊടികൾ തന്നെ വേറെ ഒന്നിൻ്റെ ഒരു മിക്സ്, നല്ല സാധാരണ മുളക് പൊടിക്ക് സെപ്പറേറ്റ്, ഗോതമ്പ് പൊടിക്ക് അല്ലെങ്കിൽ അരിപ്പൊടി അങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറി തിരിച്ചു ആ രീതിയിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വേറൊരു ബിൽഡിങ്ങിലായി, ചെറിയൊരു ബിൽഡിങ്ങിലായിരുന്നു. പിന്നെ ഒരു 2015 ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഡെവലപ്പായി ഇങ്ങാപ്പുറം മാറി നല്ലൊരു ബിൽഡിങ് പണിതു. അത് കഴിഞ്ഞ് പിന്നെ ഈ അന്നേരത്തേക്കും ആൾക്കാർക്കൊക്കെ ഈ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥം, പാക്കറ്റ് ഉൽപ്പന്നങ്ങളിൽ മായം അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര വിഷയങ്ങളൊക്കെ വന്ന് ഈ ആൾക്കാരെ നാടൻ സാധനങ്ങൾ എങ്ങനെ അന്വേഷിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പം ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഒന്നുമില്ല, എന്നാൽ അതൊക്കെ പാക്ക് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു നല്ല സംരംഭമായിരിക്കും എന്നൊക്കെ എങ്ങനെ പറഞ്ഞത്. വിശ്വാസമാണ് ആളുകൾക്ക്. അതുകൊണ്ടാണല്ലോ ഞാൻ വിജയിച്ചത്. ആ ഒരു ഇതിലാണ് ആളുകൾ പറയും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൗണ്ടർ സെയിലാണ്. ശരി. നമുക്ക് നല്ല സെയിലൊന്നുമില്ല. കടകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ ആ രീതിയിലേക്ക് ഞാൻ അങ്ങനെ വേണ്ട. നമുക്ക് ഇവിടെ കച്ചവടം കിട്ടുന്നുണ്ടല്ലേ? ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ചിരിയിലെല്ലാം ഉണ്ട്, എല്ലാം തന്നെ പോകുന്നുണ്ട്. ശരി. അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാണ് നമ്മളപ്പോൾ അന്ന് പോലെ നമ്മളെ പാക്കറ്റിലേക്ക് മാറി. പാക്കറ്റുകളിലേക്ക് അല്ല, പൊടിച്ചു കൊടുക്കുന്നത് കൂടാതെ ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു. അത് ശരി. ഇത് വിൽക്കുമല്ലോ എന്ന് പറയണമല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എല്ലാം അതിനകത്ത് ഞാൻ പ്രത്യേകത കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുക്കണം.
അത് ശരി. ഇതിനകത്ത് ഈ കൊണ്ടു നടന്ന് വിൽക്കുക എന്നുള്ളതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടക്കാർക്ക് മാർജിൻ കൊടുക്കണം. അതെ അതെ. അന്നേരം ഈ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കി നമ്മൾ ചെറിയ അല്ലെങ്കിൽ ബൾക്കായിട്ട് ചെയ്താൽ കാര്യമുണ്ട്. നമ്മൾ ഈ വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്ത് അമിത ലാഭം നമുക്ക് വേണ്ട. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലേ? അത് തന്നെ. അതുകൊണ്ട് നമ്മൾ ശുദ്ധമായിട്ട് കൊടുക്കാൻ പറ്റും. ശുദ്ധമായിട്ട് കൊടുക്കുന്നു. നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ നമ്മളിപ്പം കൊടുക്കുന്നത്? നമ്മളിപ്പം വെളിച്ചെണ്ണയുണ്ട്, നല്ല നാടൻ വെളിച്ചെണ്ണ, പിന്നെ അരിപ്പൊടി, ഗോതമ്പ് പൊടി, മുളക്, മല്ലി, മഞ്ഞൾ, മീറ്റ് മസാല, സാമ്പാർ പൊടി, കാപ്പിപ്പൊടി, അങ്ങനെയുള്ള പൊടികളെല്ലാം ഐറ്റംസ് എല്ലാം തന്നെ. നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ അതോ? സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൂടാതെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ, അറിഞ്ഞു കേട്ട ആളുകൾ ഒത്തിരി ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ വെളിയിൽ നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഈ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഓർഡർ തന്ന് അവർ പോകാറാകുമ്പോഴത്തേക്കും ഓരോ കിലോ ഇത്ര കിലോ മുളക് പൊടി, ഈ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ആളുകൾ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ടോ അതോ? ഞാൻ അന്ന് തുടങ്ങിയ അന്നത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. എന്നാലും ഉണ്ട്, നമ്മളത് കളഞ്ഞിട്ടില്ല. ആളുകൾ ഭയങ്കര ഫാസ്റ്റാണ്. കാര്യം മുളകും മല്ലിയൊക്കെ മേടിച്ച് ഉണങ്ങി പൊടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ്. പിന്നെ ഈ അരിയൊക്കെ ആണെങ്കിലും പൊടിച്ച് ആദ്യം തന്നെ കഴുകി കുതിർത്ത് കുറേ അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്ന് എടുത്തുകൊണ്ട് വന്ന് പൊടിച്ച് പിന്നെ അത് വരുമ്പോഴേ ചെയ്തുകൊണ്ട് പറ്റിയല്ലോ. അങ്ങനെയുള്ള മെനക്കെടാൻ ആർക്കും കഴിയല്ല. അതെ, കാര്യം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മമാര് അരിയൊക്കെ മേടിച്ച് മുറ്റത്ത് ഇങ്ങനെ പായലൊക്കെ ഉണങ്ങാനായിട്ട് നമ്മളെ കാവലെടുത്തും. പക്ഷെ ഇന്നത്തെ കാലത്ത് തലമുറയോട് പറഞ്ഞാൽ അവർ നമ്മളെ വരുത്തും. അതല്ലേ? സമയമില്ല. സമയം പരിപാടിയും എല്ലാവരും ജോലി എല്ലാം അല്ല. അങ്ങനെ ഫാസ്റ്റ് ജീവിതം നയിക്കുന്നവരല്ലേ എല്ലാവരും അല്ലേ? നമുക്ക് ഇപ്പോൾ എത്ര സ്റ്റാഫുകളാണ് ഷോപ്പിലുള്ളത്? ഇപ്പം ശരിക്കും 4 സ്റ്റാഫുകളാണ്. എൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാഫുകളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച്. സ്റ്റാഫുകൾ ശരിയാണെങ്കിൽ ഈ പ്രസ്ഥാനം കൃത്യമായിട്ട് പോകും. നമ്മളെന്തുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഇതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം അവരുടെ ഒരു പിൻബലമാണ് നമ്മുടെ ബലം. അത് തന്നെ. നല്ല സ്റ്റാഫുകളുണ്ടെങ്കിൽ തന്നെ ഏത് പ്രസ്ഥാനമാണെങ്കിലും. പിന്നെ നമുക്കും പണി അറിഞ്ഞിരിക്കണം. അതെ, ഒരു ദിവസം ഒരു സ്റ്റാഫ് വന്നില്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോൾ. ഒത്തിരി ആൾക്കാർ എന്നോട് ഇങ്ങനെ ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. സാർ, 1-2 ആളുകൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പ്രോഗ്രാമായി ബന്ധപ്പെട്ടു അല്ലാതെയൊക്കെ ആളുകൾ പറഞ്ഞത് പവിത്രം വെളിച്ചെണ്ണ അതൊരു ഫേമസ് ആണ്. ശുദ്ധമായ വെളിച്ചെണ്ണ. അത് കുപ്പിക്കകത്ത് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അത് പഴയ കാലത്തൊക്കെ ഞാൻ എൻ്റെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത്രയ്ക്ക് പരിശുദ്ധമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വെളിച്ചെണ്ണയെക്കുറിച്ച് വെളിച്ചെണ്ണ നമ്മൾ കൊപ്ര എടുത്ത് വളരെ നമ്മൾ വേറെ മായങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. അതായത് സൾഫർ കണ്ടൻറ്റ് ഇല്ലാത്ത കൊപ്ര, അതായത് നമുക്ക് ഡ്രയർ ഇല്ലാത്തതുകൊണ്ട് നാളികേരം ഉണക്കി കൊപ്രയാക്കുന്ന പരിപാടി അതൊന്നും പ്രാക്ടിക്കലല്ല ഇത്രയും ബൾക്കായിട്ട്. കാരണം നല്ല കൊപ്ര നോക്കി എടുക്കുക എന്നുള്ളതാണ്. നല്ല കൊപ്ര നമ്മൾ നോക്കിയെടുത്ത് അത് സൾഫർ ഇല്ലാത്ത കൊപ്ര കൊണ്ടുവന്ന് ആട്ടി അത് ശുദ്ധി ചെയ്ത് വെളിച്ചെണ്ണയാക്കി നമ്മൾ ഇതായിട്ട് കൊടുക്കുന്നു. ഇത് അങ്ങനെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ ആളുകൾ നമ്മളെ തേടി എത്തിക്കുള്ളൂ അല്ലേ? അത് തന്നെ. ഇന്നത്തെ മാർജിൻ തീരെ കുറവായിരിക്കും. അത് ശരി. ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന പോലെ ഒരു മാർജിൻ കിട്ടില്ല. ഞാൻ ഈ മാർക്കറ്റിംഗ് അങ്ങനെ തുടങ്ങാത്ത മെയിൻ കാരണം അത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഭീമമായ ലാഭവും നമുക്ക് വേണ്ട. ഭീമമായ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അന്നേരം അങ്ങനെയല്ല. ഈ നമുക്ക് ഒരു ഉൽപ്പന്നം നമ്മൾ കടകളിൽ കൊടുക്കുമ്പോൾ കടക്കാർക്കൊരു മാർജിൻ കൊടുക്കണം. പിന്നെ നമ്മൾ ഈ റൂട്ട് സെയിൽ കൊടുക്കുമ്പോൾ വണ്ടി അങ്ങനെ പോകുമ്പോൾ ഒരു ചിലവുണ്ട്. ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഉൽപ്പന്നത്തിന് ഭയങ്കരമായിട്ട് വില കയറി പോകും. കാര്യം നമ്മൾ ചെറിയ മാർജിനെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ബാക്കിയുള്ള വിപണികളിൽ ബാക്കി കിട്ടുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് വലിയ മാർജിനിലേക്ക് വരും. അത് അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു നെഗറ്റീവാകും. അത് വെച്ച് കഴിഞ്ഞാൽ അതല്ലാണ്ട് തന്നെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ ചിലവാകുന്നുണ്ട്. അതുപോലെ ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. അതാണ് എൻ്റെ അത്രയ്ക്കൊരു വിശ്വാസ്യതയാണത്. അതൊക്കെ ആൾക്കാർ പറയുന്നത്. ഞാനിങ്ങനെ നമ്മൾ പറയണ്ട, പക്ഷേ നമുക്ക് പറയാമല്ലോ. കാര്യം ആളുകൾ നമ്മളോട് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ആ വിശ്വാസ്യത മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശവും. അപ്പോൾ അതേപോലെ തന്നെ ഒരു
ബിസിനസ്സായാലും എന്ത് ജീവിതമായാലും നമ്മുടെ കുടുംബം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതെ അതെ. സാറിന് കുടുംബത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. എൻ്റെ വൈഫ് ശ്രീരേഖ, എനിക്ക് ഒരു മോനാണുള്ളത് ശ്രീഹരി. വൈഫ് എങ്ങനെയാണ് ബിസിനസ്സിലൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്? വൈഫ് ബാക്കിയുള്ള പാക്കിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള സെക്ഷനിലൊക്കെ ലേഡീസാണ് പാക്കിങ്ങിലുള്ളത്, അവരെയൊക്കെ ലീഡ് ചെയ്യുന്നവരാണ് ശ്രീഹരി. അപ്പോൾ എന്തായാലും 100% പരിശുദ്ധിയോടെ നൽകുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാൻ കഴിയുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ സിംപ്ലിസിറ്റി തുടക്കത്തിലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്ന് മനസ്സിലാകും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ആ പുഞ്ചിരിയിൽ എല്ലാമുണ്ട്. വളരെ വിശദമായി സംസാരിച്ച് തങ്ങൾക്ക് പ്രത്യേക നന്ദി. വീണ്ടും ഞാൻ പറയുകയാണ്, 100% ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ 100% മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഉണ്ട്. മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.